ഹായ് ഫ്രണ്ട്സ്, നിങ്ങളായിരിക്കും ജോബി ചാൻസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ തുർക്കി സീരീസ് വീഡിയോയിലെ കമൻറ്റുകൾക്ക് വന്ന റിപ്ലൈ കൂടിയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞത്. അതിൽ ഒരുപാട് പേര് സംശയങ്ങളും ഒരുപാട് ഡൗട്ട്സൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആണ് ഈ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് വിസയെ പറ്റിയാണ്. അപ്പം വിസ നിങ്ങൾ എടുക്കേണ്ടത് VFS പോയിട്ടാണ് എടുക്കേണ്ടത്. നിങ്ങൾ UAE-യിലാണെങ്കിൽ VFSൻ്റെ സെൻറ്റേഴ്സിൽ പോയിട്ടാണ് എടുക്കേണ്ടത്. അപ്പം മറ്റ് രാജ്യങ്ങളാണ് അതിനനുസരിച്ചുള്ള ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം VFSൽ പോയിട്ടാണ് നിങ്ങൾ വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പം വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പം അത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തെടുക്കാൻ പറ്റും. പിന്നെ മറ്റു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വിസയ്ക്ക് ഞാൻ ഏകദേശം UAE ഞാൻ 750 ദിർഹംസോളം ഒരാൾക്ക് വിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻഷുറൻസ് അടക്കമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പം സൈറ്റിൽ നോക്കുമ്പോൾ ഇൻഷുറൻസിൻ്റെ ചാർജ് അവർ കാണിച്ചോളമല്ല, പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ അവർ മാൻഡേറ്ററി ആയിട്ട് അവർ എടുക്കണം എന്നാണ് അവർ പറയുക. അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾ വിസയ്ക്ക് കൊടുക്കുന്ന ടിക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡെമ്മി ടിക്കറ്റിൽ ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. കാരണം നിങ്ങൾ ചെറിയ ഡേറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് വിസ കിട്ടൂ. അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എത്ര ദിവസമാണെന്ന് പ്രോപ്പർ പോകുന്നത് നോക്കി വെച്ചിട്ട് അതിന് കറക്റ്റ് ആക്കിയിട്ട് ഡേറ്റ് കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ് ഏതാണോ അതിനനുസരിച്ച് മാത്രമാണ് അവർ വിസ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു 4 ദിവസത്തേക്കാണ് നിങ്ങൾ ഐഡൻറ്റിറ്റി കാണിച്ചതെങ്കിൽ ആ 4 ദിവസത്തേക്കുള്ള വിസ മാത്രമേ അപ്രൂവ് ചെയ്യും. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് UK വിസ, ഷെങ്കൻ അല്ലെങ്കിൽ US വിസ ഉള്ളവർക്കൊക്കെ ഈ വിസ എടുത്ത് പോകാൻ പറ്റും. അതാണ് ഏറ്റവും ഈസിയസ്റ്റും ചീപ്പസ്റ്റുമായ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ വിസകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുർക്കിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കത് ഈ വിസ ആയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ അത് കിട്ടുകയും ചെയ്യും. അത് കുറച്ചുകൂടി ചീപ്പറാണ്. ഏകദേശം ഒരു $100 ആ ഒരു റേഞ്ചിൽ വരുന്ന റേറ്റ് മാത്രമേ അതിനുണ്ടാവും. പിന്നെ പതിവ് പോലെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിസയ്ക്ക് വേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. മീൻസ് പാസ്പോർട്ടിൽ 6 മന്ത് വാലിഡിറ്റി വേണം. നിങ്ങൾ ഇവിടെ UAE റെസിഡൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും GCC കൺട്രിയിലെ റെസിഡൻസ് ആണ്, അവിടുത്തെ വിസയ്ക്ക് ഒരു 3 മന്ത് വാലിഡിറ്റിക്ക് വേണം. അതും അവർ നോക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയത് പെഗാസസ് എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റും ഇങ്ങോട്ട് വന്നത് എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം അതിനുശേഷം വിസ് എയർ അവിടേക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിസ് എയർ വഴിയും പോകാൻ പറ്റുന്നതാണ്. പക്ഷേ വിസ് എയർ ഇസ്താംബൂളിലേക്കില്ല, അങ്കാറയിലേക്കാണുള്ളത്. അപ്പോൾ അങ്കാറ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ തിരിച്ച് ഇസ്താംബൂളിലേക്ക് വരേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ പെഗാസസോ അല്ലെങ്കിൽ എയർ അറേബ്യ പോലുള്ള ഫ്ലൈറ്റുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. പിന്നെ സ്റ്റേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് Airbnb അല്ലെങ്കിൽ അഗോഡോ അങ്ങനത്തെ സൈറ്റുകളെ വഴിയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ booking.comൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് booking.com തുർക്കിയിൽ എത്തിയതിനു ശേഷം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VPN ഉപയോഗിക്കേണ്ടി വരും. അവിടെ നോർമൽ കേസിൽ booking.com ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ booking.com വഴി ബുക്ക് ചെയ്ത ബുക്കിങ്ങിന് ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവർ സ്വീകരിക്കാതിരിക്കുമൊന്നുമില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് booking.com എന്ന ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അത് അവിടെ ബ്ലോക്ക്ഡാണ്. ഞാൻ അവിടെ പോയിട്ട് ബുക്ക് ചെയ്തതൊക്കെ ഞാൻ VPN ഉപയോഗിച്ചതിന് ശേഷം കണക്ട് ചെയ്യാണ് ചെയ്തത്. മെയിനായിട്ട് സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഹോട്ടൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇസ്താംബൂൾ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സുൽത്താൻ അഹമ്മദ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ടെക്സിൻ സ്ട്രീറ്റ് ആ 2 സ്ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പം അതിൻ്റെ അടുത്തുള്ള ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ അട്രാക്ഷൻസിലേക്ക് നടന്നു പോകാനൊക്കെ പറ്റും. അതാണ് ഞാനത് സ്ഥലം പ്രിഫർ ചെയ്യുകയാണെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾ ഈ കപ്പഡോക്കയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കേവ് ഹോട്ടൽസ് ഉണ്ട്. അപ്പം അതും ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇസ്താംബൂളിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് എല്ലാ സമയവും നല്ലൊരു സമയമാണ്. അങ്ങനെയല്ല ഒരു പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ടൈമൊന്നുമില്ല. പിന്നെ വിൻ്ററിൽ കുറച്ചൊരു ഭംഗി കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നോ ഒക്കെ ഉണ്ടാവുമെങ്കിലും ആ ഒരു തുർക്കിയുടെ ഭംഗി ഒരു പൂർണ്ണമായിട്ടും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻ്റർ അല്ലാത്തൊരു സമയത്ത് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഏകദേശം പോയത് ഒരു ഒക്ടോബർ ലാസ്റ്റ് ആയിരുന്നു. അപ്പം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ സമ്മറിലും ചില സ്ഥലത്തൊക്കെ പോയാൽ കുറച്ചൊരു ചൂടുണ്ടാകും, പക്ഷേ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ ഈ പമുക്കലെ പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പം അവിടെ വെള്ളം ഏത് സമയത്താണ് ഉണ്ടാകുന്നതെന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചില സമയത്ത് അവിടെ വെള്ളം കുറവായിരിക്കും. വെള്ളം കുറവുണ്ടെങ്കിൽ അവിടെ കാഴ്ചയൊന്നും അത്ര മനോഹരമായിക്കൊള്ളുന്നില്ല. പിന്നെ നിങ്ങൾ കപ്പഡോക്കിയിലൊക്കെ പോയി ഹോട്ടൽ ബലൂണൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ക്ലൈമറ്റ് ബേസ്ഡ് ആണ്. മീൻസ് നല്ല കാറ്റുള്ള സമയത്ത് അത് ഹോട്ടൽ ബലൂൺ പോകില്ല. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾ കപ്പഡോക്കിയയിൽ പോയിട്ട് ഹോട്ടൽ ബലൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ 2 ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു
ഒരു ഒപ്പീനിയൻ. ചിലപ്പം ഒരു ദിവസം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ തുർക്കിയിലെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നതാണ്. മെയിൻലി ഇസ്താംബുളിലൊക്കെ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ റെൻ്റെക്കാരൊക്കെ എടുക്കുകയാണെങ്കിൽ ഇസ്താംബുൾ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇസ്താംബുൾ അല്ലാത്ത സിറ്റികളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെൻ്റെക്കാർ എടുക്കാം. അവിടെ ടാക്സികളും അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇസ്താംബുളിൽ നിങ്ങൾക്ക് അവിടെ ഇസ്താംബുൾ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അപ്പം 50 ലീറ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാർഡ് കിട്ടും. പിന്നെ നിങ്ങൾ റീചാർജ് ചെയ്താൽ മതി. അതുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്താംബുളിലെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ഫെറി, ട്രാം, മെട്രോ, ബസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇസ്താംബുൾ ഉണ്ടെങ്കിൽ അത് എടുക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് എണ്ണമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 5 ആൾക്ക് വരെ ഒരൊറ്റ ഇസ്താംബുൾ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇസ്താംബുളിൽ ഇൻ കേസ് ട്രാമും മെട്രോ ഒന്നും ഇല്ലാത്ത ഏരിയയിൽ പോകണമെന്നുണ്ടെങ്കിൽ ബൈ ടാക്സി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഊബറൊക്കെ പോലത്തെ ഒരു ആപ്പാണ്. കുറച്ചുകൂടി നമുക്ക് സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേതല്ലാതെ ആകുമ്പോൾ ആൾക്കാർ ടാക്സിക്കാരൊക്കെ കൂടുതൽ പൈസ വാങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇസ്താംബുളിൽ പുറത്തേക്ക് നിങ്ങൾ റെൻ്റെക്കാറായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടും അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ ടാക്സികളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇസ്താംബുളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഞങ്ങൾ റെൻ്റെക്കാർ എടുത്തിരുന്നു. കപ്പഡോക്കിയ ആണെങ്കിലും ഇസ്മീറിലാണെങ്കിലും ഫെത്തിയയിലാണെങ്കിലും പമുക്കലാണെങ്കിലും ഒക്കെ ഞങ്ങൾ കാർ എടുത്തിരുന്നു. പിന്നെ നിങ്ങൾ ഇസ്താംബുളിൽ മ്യൂസിയംസ് ഒക്കെ ഒരുപാട് കാണുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മ്യൂസിയം പാസസ് അവൈലബിൾ ആണ്. അത് ഇസ്താംബുൾ മ്യൂസിയം പാസസ് ഉണ്ട്, തുർക്കിയിൽ മൊത്തത്തിലുള്ള മ്യൂസിയം പാസസ് ഉണ്ട്. അപ്പം അത് അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ തുർക്കി പാസോ അല്ലെങ്കിൽ ഇസ്താംബുൾ പാസോ എടുത്തിട്ട് കാര്യമുള്ളൂ. അതിന് 1-2 സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇസ്താംബുൾ പാസോ തുർക്കി പാസോ എടുത്ത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയവും ഒരുപാട് സ്ഥലങ്ങളും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇസ്താംബുൾ പാസും തുർക്കി പാസും നോക്കാവുന്നതാണ്. അതും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ അട്രാക്ഷനിലും ചിലപ്പം ഇസ്താംബുൾ പാസോ തുർക്കി പാസോ അലോ ചെയ്തോളന്നില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് പോകുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എവിടെയൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അവിടേക്ക് ഇത് അവൈലബിൾ ആണോ, അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നന്നാവാം. പിന്നെ നിങ്ങൾ തുർക്കിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഇൻഫ്ലേഷൻ്റെ പ്രശ്നമുണ്ട്. അപ്പം പൈസയുടെ ഒരു വിനിമയത്തിന് നല്ല മാറ്റങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോയിൽ കണ്ട പ്രൈസ് ആയിരിക്കണമെന്നില്ല നിങ്ങൾ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രൈസ്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അത് പറഞ്ഞാൽ നിങ്ങൾ കറൻസി കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും നല്ലത് ഡോളർ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ എവിടുന്ന് യാത്ര ചെയ്യുകയാണെങ്കിലും ഡോളർ കയ്യിൽ വെക്കുക. ആവശ്യത്തിന് നിങ്ങൾ എവിടെയാണ് എക്സ്ചേഞ്ചിൽ പോയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഡോളർ കൺവേർഷനിലൊക്കെ നിങ്ങൾ ഇസ്താംബുളിലാണെങ്കിൽ സ്പൈസ് ബസാറിലാണ് കൂടുതൽ റേറ്റ് കിട്ടുകയെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ മറ്റ് ഷോപ്പുകളൊക്കെ അപേക്ഷിച്ച് സ്പൈസ് ബസാറിലൊക്കെ കുറച്ചുകൂടി റേറ്റ് കിട്ടുമെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ നിങ്ങൾ സിം കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇസ്താംബുൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. അത് നിങ്ങൾ നേരിട്ട് ചിലപ്പം ഇസ്താംബുൾ ഇറങ്ങി നിങ്ങൾ കൈസേരി അല്ലെങ്കിൽ കപ്പഡോക്കിയ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ എയർപോർട്ടിലൊക്കെ നിങ്ങൾ ഓപ്ഷൻസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് ഇസ്താംബുൾ എയർപോർട്ടിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പം അത് നിങ്ങൾ അവിടെ അവർ ആ കറക്റ്റ് എന്തൊക്കെ പാക്കേജാണ് ഉള്ളതെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തുർക്ക്സെൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടേതാണ് ഞങ്ങൾ എടുത്തിരുന്നത്. പിന്നെ അവിടെ വോഡഫോണും പിന്നെ വേറെ ഏതൊരു കമ്പനിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഇസ്താംബുൾ പോയി കണക്ട് ചെയ്ത് പോകുകയാണെങ്കിൽ ഇസ്താംബുൾ എയർപോർട്ടിൽ തന്നെ അത് വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ തുർക്കിയിൽ പോകുമ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കാര്യമായിട്ട് ഇസ്താംബുൾ സിറ്റി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾ ഹോട്ട് എയർ ബലൂണൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പഡോക്കിയയിൽ പോയിട്ട് ഹോട്ട് എയർ ബലൂൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഹോട്ട് എയർ ബലൂൺ ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പം ഹോട്ട് എയർ ബലൂൺ താഴെ നിന്ന് അതിങ്ങനെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കാണാൻ പറ്റും. അപ്പം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം 100 കണക്കിന് ബലൂൺസ് നിങ്ങൾ ചുറ്റും ഉണ്ടാവും. അത് നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതിന് പൈസ ഒന്നും കൊടുക്കണം. രാവിലെ നേരത്തെ എണീറ്റ് പോകേണ്ട ഒരു കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് പമുക്കലെ പോലത്തെ സ്ഥലത്തെ ആ സൾഫറിൻ്റെ ആ ഒരു ഫോർമേഷനൊക്കെ കാണാം. അപ്പം അത് നിങ്ങൾ ഏകദേശം അവിടുത്തെ ഒരു സീസൺ നോക്കിയിട്ടൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. എങ്ങനെയാണ് അവിടെ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നല്ലത്. പിന്നെ ഞങ്ങൾ പോയത് ഫെത്തിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഫെത്തിയയിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു പഴയകാലത്ത് പുരാതന കാലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇസ്മീറിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അവിടെ പഴയകാലത്തെ റോമൻ ഭരണകാലത്തെ പഴയ അവശിഷ്ടങ്ങളും കുറച്ച് അവിടെ ആംബി തിയേറ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെ ബേസ് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഞങ്ങൾ പോകാത്ത അൻഡാലി അല്ലെങ്കിൽ കൊനിയ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബീച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അതിനനുസരിച്ച് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നിങ്ങൾ തുർക്കിയിൽ പോയാലും മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്താംബുളിലാണെങ്കിലും ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ അവിടെ കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഭയങ്കര മസാലയുള്ള ഫുഡോ അല്ലെങ്കിൽ എരിവുള്ള ഫുഡൊന്നും ആയിരിക്കില്ല. പക്ഷേ അതിൻ്റേതായ ഒരു ടേസ്റ്റുള്ള ഫുഡുകൾ അവിടെ കിട്ടും. അപ്പോൾ ഇസ്താംബുളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടാകും. ഒരു 50 മിനിറ്റിൽ നിങ്ങൾക്ക് ഡോണറിൻ്റെ ഷോപ്സുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ സ്വീറ്റ്സ് ആണെങ്കിൽ ഹാഫിസ് മുസ്തഫ പോലുള്ള ഷോപ്പുകൾ കാണാൻ പറ്റും. മാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ചൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇതിൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇസ്താംബുളിലൊക്കെ ഉള്ള ടൂറിസ്റ്റ് ക്യാമ്പിനെ പറ്റിയാണ്.
അപ്പോൾ പലതരത്തിലുള്ള സ്കാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂ പോളിഷ് ചെയ്യുന്ന ആൾക്കാർ ഒരു സ്കാമാണ്. അപ്പോൾ അവർ നമ്മൾ മുൻപിൽ കൂടി നടന്ന് അവരുടെ ടൂൾ എന്തെങ്കിലും നിലത്തിടും. അപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുമ്പം അവരെന്താ പറയുക, നമുക്കുള്ള ഒരു സന്തോഷം കൊണ്ട് അവർക്ക് നമുക്ക് പോളിഷ് ചെയ്തിരുന്നൊക്കെ പറയും. പക്ഷേ പോളിഷ് ചെയ്തതിന് ശേഷം അവർ വീണ്ടും പൈസ ചോദിക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ബാറ് പോലത്തെ സ്ഥലത്ത് കയറുമ്പോൾ നമ്മളെയും കൂട്ടിപ്പോയിട്ട് ഞാൻ വാങ്ങിത്തരാതെ പറഞ്ഞിട്ട് കൊണ്ടുപോകും. എന്നിട്ട് നമ്മളെ കൊണ്ട് പൈസ കൊടുപ്പിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവേ ആൾക്കാരൊക്കെ ഫ്രണ്ട്ലി ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പൊതുവേ നിങ്ങൾ കണ്ട ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ നമുക്കിങ്ങനെ ഒരു സ്കാമോ അങ്ങനെ നമ്മൾ ആരും അപ്രോച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാധാ ടാക്സി എടുക്കുകയാണെങ്കിൽ അവർ എക്സ്ട്രാ ചാർജ് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാതെ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓൺലൈൻ ടാക്സി എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഓൺലൈൻ ടാക്സി എടുത്താൽ ഞങ്ങൾക്ക് ഒരു സമയത്ത് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ രാവിലെ നല്ല റഷുള്ള സമയത്തായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ദൂരത്തേക്ക് മാത്രമാണ് ടാക്സി പറഞ്ഞിരുന്നത്. ടാക്സി ഓർഡർ ചെയ്തിട്ട് നമ്മൾ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കും. നിങ്ങൾ ചേട്ടാ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ചെറിയ ദൂരമാണെങ്കിൽ അവർ പോകാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അവരെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവർ വന്നോളും, ഓട്ടോമാറ്റിക്കലി വന്നോളും. പിന്നെ ടൂറിസ്റ്റ് ക്യാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, റെസ്റ്റോറൻറ്റിലുള്ള ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ എന്താണ്, നമ്മൾ ടൂറിസ്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള മെനു തരും, പൈസ കൂടുതൽ മെനു തരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്താൽ മതി. കാരണം പിന്നെ നിങ്ങൾ ആ മെനു നോക്കി നിങ്ങൾക്ക് പ്രൈസ് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ മിക്ക റെസ്റ്റോറൻറ്റിന് മുൻപിലും അവർ മെനു ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതിൽ പ്രൈസ് ഉണ്ടാവും. അതൊരു ഉപകാരമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തോന്നിടത്ത് മാത്രം ഫുഡ് കഴിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബഡ്ജറ്റൊക്കെ പൈസ സേവ് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ഇസ്താംബുളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ദുബായിലൊക്കെ ഫേമസ് ആയ ബൊറാക്കിൻ്റെയും സാൾട്ട് ബേയുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൂറിസ്റ്റ് സീസണിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നല്ല ആൾക്കാർ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ പോയതൊരു ടോപ്പ് ടൂറിസ്റ്റ് സീസണിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഹോട്ടൽ ബലൂൺ അത്യാവശ്യം $700 ആയിട്ടുണ്ട് ഒരാൾക്ക്. പിന്നെ ഞങ്ങൾ ഇസ്താംബുളിലാണെങ്കിൽ പല സ്ഥലത്തും നല്ലോണം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഹയ സോഫിയ അല്ലെങ്കിൽ ബ്ലൂ മോസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അവിടുന്ന് അവിടുന്ന് ഞങ്ങൾ പോയപ്പോൾ വലിയ ലൈൻ കണ്ടിട്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്ത് പോയി. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ വന്നിട്ടാണ് കണ്ടത്. പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അവിടുത്തെ തുറക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് വന്നിട്ട് ഞങ്ങൾ 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഹയ സോഫിയയുടെ ഉള്ളിലേക്കൊക്കെ കയറാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സിൽ വന്ന ആൾക്കാരിങ്ങനെ കൊണ്ടിറക്കുമായിരുന്നു ആ സമയത്ത്. അപ്പം ഹോട്ടൽ കിട്ടാനും ഞങ്ങൾക്ക് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട്. ഞങ്ങൾ കുറച്ച് സുൽത്താൻ അഹമ്മദ് സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഞങ്ങൾക്ക് ഹോട്ടലൊക്കെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ നിങ്ങൾ ഏത് സമയത്താണ് പോകുന്നതൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ തുർക്കിയിൽ ഉണ്ടായിരുന്നത് ഏകദേശം 9 ദിവസമായിരുന്നു. അപ്പോൾ 2 ദിവസം ഞങ്ങൾ കപ്പഡോക്കിയയിലായിരുന്നു, 1 ദിവസം ഫെത്തിയയിലായിരുന്നു, 1 ദിവസം പമുക്കൽ, 1 ദിവസം ഇസ്മീർ, ബാക്കി 4 ദിവസം ഇസ്താംബുളിലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനും അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. ഇസ്താംബുളിൽ നിങ്ങൾ 4 അല്ലെങ്കിൽ 8 ദിവസമാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ കപ്പഡോക്കിയ പോലത്തെ സ്ഥലത്തൊക്കെ 2 ദിവസം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ഹോട്ടൽ പലവണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കുറച്ച് ചിമ്നീസ് കാണാനും പഴയ കാലത്തുള്ള ആ ഒരു പിന്നെ കേവ് റൂംസൊക്കെ കാണാനും അതൊക്കെ ഒരു ചെറിയ സമയം മാത്രം മതി. അങ്ങനെ കൂടുതൽ ദിവസമൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുർക്കിയിൽ നിങ്ങൾ ഒരു മാസം എടുത്തിട്ട് പോയാലും കാണാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങൾ തന്നെ ഈ കൊനിയ, അങ്കാറ, ട്രാബ്സോർ, അങ്ങനത്തെ ഒരുപാട് അൻറ്റാലിയ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് പറയുന്നത്. അപ്പം ഒരുപാട് സമയം ആയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ലിമിറ്റഡ് ടൈമിലുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു ഐറ്റിനറി ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. പിന്നെ കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് അതിനനുസരിച്ചുണ്ടാവും നിങ്ങളെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ബജറ്റിലുള്ള നിങ്ങൾ ചെറിയ ഫ്ലൈറ്റ് എടുത്ത് വന്നാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും. അതേസമയം ഹോട്ടൽസൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ booking.com സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർ ഡേ 200 AED പറ്റിയ റൂംസൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സെർച്ച് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല റൂംസ് തന്നെ കിട്ടും. നിങ്ങൾ ചീപ്പ് റൂംസ് അല്ല. നിങ്ങൾ നല്ലോണം റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നോക്കി റിവ്യൂസൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറഞ്ഞ റേറ്റിന് തന്നെ റൂം കിട്ടും. അതേസമയം നിങ്ങൾ ഭയങ്കര ലക്ഷറി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കുറച്ച് പൈസ ആവും, അത് അതിനനുസരിച്ച് തന്നെ ആവും. അത് നമ്മളെങ്ങനെ ട്രാവൽ ചെയ്യുന്നതനുസരിച്ചായിരിക്കും ബജറ്റൊക്കെ വരിക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിൻ്റെ ഐറ്റിനറി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, എത്ര ദിവസം എവിടേക്കാണ് പോയതെന്നുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി.